കുടിവെള്ള പൈപ്പ് പൊട്ടി കൈപ്പുറത്ത് റോഡ് തകർന്നു. വാഹനയാത്ര ദുഷ്കരമാകുന്നു. കൊപ്പം വളാഞ്ചേരി പാതയിലെ വെസ്റ്റ് കൈപ്പുറത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നത്. കൈപ്പുറം നെടുങ്ങോട്ടൂർ റോഡിനോട് ചേർന്നുള്ള പ്രധാന പാതയിലാണ് 10 മീറ്ററിലധികം ദൂരത്തിൽ റോഡിന്റെ ഉപരിതലം അടർന്നു മാറിയത്. നിലവിൽ ഈ ഭാഗം വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. 2 ദിവസം മുൻപാണ് റോഡിന് നടുവിലൂടെ വെള്ളം ശക്തമായി പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് റോഡ് തകരാൻ കാരണമായതെന്നാണ് കരുതുന്നത്. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മികച്ച രീതിയിൽ നിർമ്മിച്ച റബ്ബറൈസ്ഡ് റോഡാണ് വലിയ രീതിയിൽ തകർന്നു പോയത്. 3 വശങ്ങളിലേക്ക് തിരിയുന്ന സെന്ററിന്റെ മധ്യഭാഗത്തായി റോഡ് തകർന്നത് വാഹനയാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അപകട സാധ്യത മുന്നിൽ കണ്ട് നിലവിൽ ഇവിടെ അപായ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. വെള്ളിയാഴ്ച ജുമയുടെ ടൈമില് ഒരു 12:50 ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ സംഭവം നടന്നിട്ട് വെള്ളം ബന്ധായിട്ടുള്ളൂ. വണ്ടി പാസ് ചെയ്യലും പൊട്ടലും വെള്ളം ഒറ്റയടിക്ക് മുകളിലോട്ട് ചീറ്റിയെടുക്കലും റോഡാകെ വിണ്ട് കയറി നാശമായി. അടിയിലൂടെ പൈപ്പ് പോകുന്നുള്ളതായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അവിടെ വെള്ളം പൊട്ടി അത്രയും ഫോഴ്സിൽ മേലേക്ക് വരില്ലല്ലോ. അങ്ങനെയാണ് തോന്നിയത്. ഇപ്പൊ അതിന്റെ യഥാർത്ഥം വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയും. ഇവിടുത്തെ ലോക്കൽ ഇവിടെ വെള്ളം തിരിക്കുന്ന പൈപ്പിന്റെ ഒരാളുണ്ട്, അയാളെ വിവരം അറിയിച്ചാണ്. അവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കിയ വ്യക്തികളാണ്. പ്രധാന പാതയായതിനാൽ ഉടൻ തന്നെ റോഡ് തകർച്ച പരിഹരിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 3 മാക്സ് ലൈവ്.